തൃശൂർ കുതിരാനിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയെത്തി. ആനയെ നിരീക്ഷിക്കുന്ന സംഘം മേഖലയിൽ തുടരുന്നതിനിടയിലായിരുന്നു ആന വീണ്ടും എത്തിയത്. പ്രദേശവാസികൾക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അനീഷ് ആന്റണി തന്നെയാണ്. അനീഷ്, ഇത് സ്ഥിരം വരുന്ന കട്ടപ്പയാണോ അതോ മറ്റ് കാട്ടാനയാണോ ഇത്തവണ എത്തിയിരിക്കുന്നത്? പേരിട്ടിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ആഴ്ച ഈ ആന ഇതേ സ്ഥലത്ത്, അതായത് പഴയ കുതിരാൻ തുരങ്കം ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഈ തുരങ്കം വരുന്നതിന് മുൻപുള്ള ആ പാതയിലാണ് ഈ ആന ഇറങ്ങുന്നത്. പഴയ കുതിരാൻ പാത എന്ന് പറയും. ഈ സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഈ ആന സ്ഥിരമായി ഇറങ്ങുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആന ഇറങ്ങിയിരുന്നു. അന്ന് വനം വാച്ചർ ഈ ആനയുടെ മുന്നിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വനം വാച്ചറെ കുത്തി, ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കുത്ത് കിട്ടാഞ്ഞത്. പക്ഷെ വാച്ചറുടെ കാലിന് ഉൾപ്പെടെ പരിക്കേറ്റു. വലിയ പരിക്ക് വന്ന് എല്ലിന് പൊട്ടലുണ്ടായി. അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസം വനം വകുപ്പിന്റെ തന്നെ ജീപ്പ് ഇതേ ആന തന്നെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടയിൽ ഈ ആന ആ പ്രദേശത്ത് ജനവാസ മേഖലയിലൂടെ റോഡിലൂടെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ഈ സംഭവമൊക്കെ വന്നതിന് ശേഷം വനമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടു. വനമന്ത്രി പറഞ്ഞത് ഈ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഒരു ആലോചനയിലേക്ക് ഒക്കെ വനം വകുപ്പ് കടന്നിട്ടുണ്ട്. അതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ പ്രദേശത്ത് വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ ഭാഗമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി വീണ്ടും ആന ഇറങ്ങുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ കുതിരാനിലെത്തി അവിടുത്തെ പ്രദേശവാസികളുമായി ചർച്ച നടത്തി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാം, ഫെൻസിങ് എവിടെയെങ്കിലും പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാം. പ്രത്യേകിച്ച് ഇത് പീച്ചി വനമേഖലയിൽ നിന്നാണ് ഈ കുതിരാൻ ഭാഗത്തേക്കൊക്കെ കാട്ടാൻ ഇറങ്ങുന്നത്. അവിടെ നിന്നുമാണ് കാട്ടാൻ ഈ വടക്കാഞ്ചേരി ഈ മേഖലയിലേക്കൊക്കെ എത്തുന്നത്. ഈ പീച്ചി വനമേഖലയിൽ ഈ കുതിരാൻ വഴിയാണ്. നമുക്കറിയാം, വടക്കാഞ്ചേരിയിൽ ഒരു വാഴക്കൊമ്പനുണ്ട്. സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആനയാണ് വാഴക്കൊമ്പൻ. അപ്പൊ ഈ ആനകളൊക്കെ വരുന്നത്, ഈ കുതിരാനിൽ ഇറങ്ങുന്ന ആനയും അത് വടക്കാഞ്ചേരി മേഖലയിൽ ഇറങ്ങുന്ന ആനയും ഒക്കെ വരുന്നത് ഈ പീച്ചി വനമേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പീച്ചി വനമേഖലയിൽ നിന്ന് പഴയ കുതിരാൻ റോഡിലേക്ക് ആനകൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള ശാശ്വത നടപടി സ്വീകരിക്കാമെന്ന് വനമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ സംഭവം ഈ ഫോറസ്റ്റ് വാച്ചറെ അന്ന് ആക്രമിച്ചതിന് ശേഷം നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് അവിടെ നടത്തിയത്. വനവകുപ്പിന്റെ ജീപ്പ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജനപ്രതിനിധികളെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ കണക്കിലെടുത്താണ് പ്രശ്നം രൂക്ഷമാണ് എന്നത് മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ദിവസം വനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ ഈ കുതിരാനിലേക്ക് എത്തി ജനങ്ങളുമായി സംസാരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആനയെ മയക്കുവെടിവെക്കാനുള്ള ഒരു നീക്കമൊക്കെ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ വീണ്ടും പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്. എന്തായാലും ഈ തുടരെ ഈ ആന ഈ മേഖലയിൽ ഇറങ്ങുന്നതിനാൽ അവിടെ നിരവധി വീടുകളുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ളവർക്കൊക്കെ വനംവകുപ്പ് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, രാത്രികാലങ്ങളിലും പുലർച്ചെയുമാണ് ഈ ആന ഈ മേഖലയിലൊക്കെ ഇറങ്ങുന്ന ഒരു സമയമുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗരൂകരായിരിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ആനയെ മയക്കുവെടിവെക്കാനുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി വനംവകുപ്പ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതിയും കണക്കിലെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ആനയുടെ ആരോഗ്യസ്ഥിതി നോക്കി മാത്രമേ മയക്കുവെടി കാര്യത്തിലേക്കൊക്കെ കടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ആനയെ തുരത്തി പീച്ചി വനമേഖലയിൽ തന്നെ തിരിച്ചുവിടാനുള്ളൊരു നീക്കമൊക്കെ ഒരുപക്ഷെ വനവകുപ്പ് നടത്തുന്നുണ്ടാവും. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം പ്രദേശത്ത് വനവകുപ്പ് നൽകിയിട്ടുണ്ട്. രേണുക, ശരി, വ്യക്തമാണ് അനീഷ്. വിവരങ്ങൾ പങ്കുവച്ചത് അനീഷ് ആന്റണിയാണ്.